वो आज का दिन मेरे लिए भी बहुत खुशी का है कि कल रात को 8 बजे मैंने जो फाइल है उसके ऊपर साइन किया कि 100% इथेनॉल. നിതിൻ ഗഡ്കരി കഴിഞ്ഞ ദിവസം E100ന് അംഗീകാരം നൽകി. അതായത് 100% എത്തനോൾ മാത്രം ഉപയോഗിക്കുന്ന വാഹനങ്ങൾക്ക് നിയമപരമായി അനുമതി ലഭിച്ചു. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. From April 1st, you will only get E20 petrol at Indian fuel station. E20 വന്നപ്പോൾ തന്നെ മൈലേജ് കുറയുന്നു, പഴയ വാഹനങ്ങൾക്ക് ഇത് അനുയോജ്യമല്ല, ഫ്യൂവൽ സിസ്റ്റത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം എന്നിങ്ങനെ നിരവധി ആശങ്കകൾ ഉയർന്നിരുന്നു. E20 ഫ്യൂവൽ നമ്മുടെ BS3 ബൈക്സിൽ അടിച്ചാൽ ഉണ്ടാകുന്ന കോൺസിക്വൻസ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മളത് വണ്ടി എടുക്കാതെയും കൂടി വെച്ച് കഴിഞ്ഞാൽ ഇരട്ടിപ്പണിയാവും. പെട്ടെന്ന് അതിൻ്റെ കാർബറേറ്റർ കയറി ബ്ലോക്കായി. ഇതാ കണ്ട എത്തനോൾ വരുത്തി വെച്ച കാര്യങ്ങളാണ്. കണ്ട ഫ്ലോട്ട് വരെ സ്റ്റക്കായിരിക്കുകയാണ്. മുമ്പ് ഇത്തരം ആരോപണങ്ങളെ ഗഡ്കരി തള്ളിക്കളഞ്ഞിരുന്നു. माइलेज कम हो रही है E20 के कारण, एथलॉन के कारण. इस पे बड़ी एक चर्चा हो रही है सोशल कोई मीडिया. चर्चा नहीं है, पूरी चर्चा यानी अब बोलना नहीं चाहिए, ये पॉलिटिकली या ये पेट्रोलियम लॉबी वाले इसको मैनिपुलेट करते होंगे. ഈ വിമർശനങ്ങൾക്ക് പിന്നിൽ പെട്രോളിയം ലോബിയാണെന്നാണ് അദ്ദേഹം ആരോപിച്ചിരുന്നത്. എന്നാൽ ഈ മാറ്റത്തിന് ചിലവ് ആരാണ് വഹിക്കുന്നത്? സർക്കാരാണോ? വാഹന നിർമ്മാതാക്കളാണോ? അതോ ഇൻഷുറൻസ് കമ്പനികളാണോ? അതോ സാധാരണ വാഹന ഉടമകളാണോ? ഇതിന് ഉത്തരം കണ്ടെത്തണമെങ്കിൽ ആദ്യം നമ്മൾ ഈ ഇന്ധനം എന്താണെന്ന് മനസ്സിലാക്കണം. എങ്ങനെയാണ് എത്തനോൾ പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കണം. എന്താണ് എത്തനോൾ എന്ന് മനസ്സിലാക്കണം. इथेनॉल कितना परसेंटेज ऐड करना ये पेट्रोलियम मिनिस्ट्री का अधिकार है. എത്തനോൾ അല്ലെങ്കിൽ ഈഥൽ ആൽക്കഹോൾ എന്ന് പറയുന്നത് നമ്മുടെ കരിമ്പ്, ചോളം, ഗോതമ്പ് തുടങ്ങി പഞ്ചസാര പൊടിപ്പിച്ച് നിർമ്മിക്കുന്ന ഒരു തരം ആൽക്കഹോളാണ്. മദ്യത്തിൽ കാണുന്ന അതേ ആൽക്കഹോൾ തന്നെയാണ് ഇത്, പക്ഷേ ഫ്യൂവൽ ഗ്രേഡ് രൂപത്തിലാണെന്ന് മാത്രം. എത്തനോൾ പെട്രോളിനേക്കാൾ നന്നായിട്ട് കത്തും. കുറവ് CO2 ആണ് ഉൽപ്പാദിപ്പിക്കുന്നത്. രാജ്യത്തിന്റെ ഉള്ളിൽ തന്നെ നിർമ്മിക്കുന്നതിനാൽ എണ്ണയുടെ ഇറക്കുമതി കുറയ്ക്കാൻ സഹായിക്കും. ഇന്ത്യയിൽ ഇന്ന് ഉപയോഗിക്കുന്നത് എത്തനോളും പെട്രോളും ചേർന്ന മിശ്രിതമാണ്. അതായത് E10, E20, E85, ഇപ്പോൾ E100. അതായത് E10 എന്ന് പറയുമ്പോൾ 10% എത്തനോളും 90% പെട്രോളുമാണ്. E20യിൽ 20% എത്തനോളും 80% പെട്രോളും. E85 ആണെങ്കിൽ 85% എത്തനോളും 15% പെട്രോളുമാണ്. E100ൽ പൂർണ്ണമായും 100% എത്തനോൾ മാത്രമാണ്. എത്തനോളിന് പെട്രോളിനേക്കാൾ ഉയർന്ന ഓക്ടൻ റേറ്റിംഗ് ഉണ്ട്. അതുകൊണ്ട് എഞ്ചിൻ നോക്കിംഗ് കുറയ്ക്കാൻ സഹായിക്കും. ഇത്രയും കേട്ടാൽ നിങ്ങൾ വിചാരിക്കും എത്തനോൾ ഒരു മികച്ച ഇന്ധനമാണ്. പക്ഷേ അതിലൊരു പ്രശ്നമുണ്ട്. എത്തനോളിന്റെ എനർജി ഡെൻസിറ്റി പെട്രോളിനേക്കാൾ കുറവാണ്. അതായത് ഒരേ ദൂരം സഞ്ചരിക്കാൻ കൂടുതൽ ഇന്ധനം ആവശ്യമായി വരും. ഈ ഒരു വസ്തുത മാത്രം മതി ലക്ഷക്കണക്കിന് വാഹനോടമകളുടെ ജീവിതത്തെ ബാധിക്കാൻ. 2023 ഏപ്രിലിന് ശേഷം ഇന്ത്യയിൽ നിർമ്മിച്ച വാഹനങ്ങൾ E20 ഉപയോഗിക്കാൻ അനുയോജ്യമാണ്. എന്നാൽ ഇതിനു മുമ്പ് 2023 മുമ്പ് നിർമ്മിച്ച വാഹനങ്ങൾ, അതായത് ഇന്ന് റോഡിൽ കാണുന്ന വലിയ വിഭാഗം വാഹനങ്ങൾ അതിനായി രൂപകൽപ്പന ചെയ്തതല്ല. ഇത് പെട്ടെന്ന് തകരുമെന്നല്ല പറയുന്നത്. പക്ഷെ ചില പരീക്ഷണങ്ങൾ പറയുന്നത് പഴയ വാഹനങ്ങൾക്ക് 8 മുതൽ 12% വരെ ഫ്യൂവൽ എഫിഷ്യൻസി കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ എത്തനോൾ വായുവിൽ നിന്നും ഈർപ്പം ആഗിരണം ചെയ്യുന്ന സ്വഭാവമുള്ളതാണ്. കാലക്രമേണ ഇത് ഫ്യൂവൽ സിസ്റ്റത്തിൽ വെള്ളം കലരുന്നതിനും കൊറോഷൻ ഉണ്ടാകുന്നതിനും ഫ്യൂവൽ ലൈൻസും സീൽസ് പോലുള്ള ഭാഗങ്ങൾ വേഗത്തിൽ ക്ഷയിക്കുന്നതിനും കാരണമാകും. പ്രത്യേകിച്ച് പഴയ വാഹനങ്ങളിലാണ് ഇത് കണ്ടുവരുന്നത്. ഇത് മാത്രമല്ല, വർഷങ്ങളായി ഫ്യൂവൽ ടാങ്കിലും ഫ്യൂവൽ ലൈനിലും അടിഞ്ഞുകൊണ്ടിരിക്കുന്ന ഡെപ്പോസിറ്റ്സിനെ എത്തനോൾ അലിയിച്ചു കളയും. അതിന്റെ അവശിഷ്ടങ്ങൾ ഫ്യൂവൽ സിസ്റ്റത്തിലൂടെ സഞ്ചരിച്ച് കൂടുതൽ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം. അതായത് എഞ്ചിൻ പണി ചിലപ്പോൾ കിട്ടിയേക്കാം. അങ്ങനെ കിട്ടിയാൽ തന്നെ ആരാണ് അതിന് ഉത്തരവാദി? Who pays for the damages? And that's a very important question. Multiple insurers have made their position very clear. If you put E20 fuel in an older vehicle which is not compliant, insurers will not pay for the damages. അതിനെതിരെ വലിയൊരു പ്രതിഷേധം ഉണ്ടായതോടെ കമ്പനി പിന്നീട് ഒരു വിശദീകരണം പുറത്തിറക്കി. E20 ഉപയോഗിക്കുന്നതുകൊണ്ട് മാത്രം പോളിസി റിജക്റ്റ് ആവില്ലെന്നും അത് അശ്രദ്ധയായി കണക്കാക്കില്ലെന്നും അവർ പറഞ്ഞു. എന്നാലും മറ്റൊരു ചോദ്യം ബാക്കി നിൽക്കുന്നുണ്ട്. എത്തനോൾ മൂലമുണ്ടാകുന്ന ക്രമേണയുള്ള കേടുപാടുകൾ ഇൻഷുറൻസ് കവർ ചെയ്യുമോ? കാരണം സാധാരണ മോട്ടോർ ഇൻഷുറൻസ് പോളിസി പലപ്പോഴും കോൺസിക്വൻഷ്യൽ ഡാമേജ് കവർ ചെയ്യാറില്ല. അതാണ് ഈ വിവാദത്തിന് ഏറ്റവും വലിയ കാരണം. 2026 ജൂണിൽ നിതിൻ ഗഡ്കരി E100 ഉപയോഗിക്കാനുള്ള ചട്ടങ്ങൾക്ക് അംഗീകാരം നൽകി. അതിന് ദിവസങ്ങൾക്ക് മുമ്പാണ് ഇന്ത്യയിലെ ആദ്യ ഫ്ലെക്സ് ഫ്യൂവൽ പാസഞ്ചർ വെഹിക്കിളായ മാരുതി സുസുക്കി വാഗനാർ ഫ്ലെക്സ് ഫ്യൂവൽ അവതരിപ്പിച്ചിരുന്നത്. और मुझे बताते खुशी हो रही कि मारुति सुजुकी ने वैगनार करके जो सबसे बेचने वाली उनकी गाड़ी है वो 100% इथेनॉल पर मुझे और पुरी साहब को लॉन्च करने का मौका मिला. Maruti Suzuki has unveiled India's first flex fuel passenger vehicle, which is making a significant milestone. പക്ഷേ ഒരു പ്രധാന കാര്യമുണ്ട്. E100 ഉപയോഗിക്കാൻ സാധാരണ വാഹനങ്ങൾ പോരാ, ഫ്ലെക്സ് ഫ്യൂവൽ വാഹനങ്ങളാണ് ആവശ്യമായത്. അതുകൊണ്ടാണ് E100 പ്രഖ്യാപനം വന്നെങ്കിലും അതിന്റെ വ്യാപന ഉപയോഗം ഇപ്പോഴും വർഷങ്ങൾ അകലെയാണെന്ന് പലരും പറയുന്നത്. ഈ പെട്ടെന്നുള്ള പ്രഖ്യാപനത്തിനും ആളുകളിലേക്ക് ഇത് അടിച്ചമർത്തുന്നതിനും എതിരെ പ്രതിപക്ഷ നേതാക്കളും സോഷ്യൽ മീഡിയ ഉപഭോക്താക്കളും നിതിൻ ഗഡ്കരിയുടെ മക്കൾക്ക് എത്തനോളുമായി ബന്ധപ്പെട്ട ബിസിനസ്സുകൾ ഉണ്ട് എന്നും അവരുടെ ബിസിനസ് കൂടുവാൻ വേണ്ടിയാണ് എത്തനോളിനെ കൂടുതലായി ആളുകളെ അടിച്ചേൽപ്പിക്കുന്നതെന്നും ആരോപണങ്ങളുണ്ട്. നിതിൻ ഗഡ്കരി, സിയൻ ആഗ്രോസ് ഇൻഡസ്ട്രീസ്, മാനസ ആഗ്രോ
ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സർക്കാരിന്റെ എത്തനോൾ നയത്തോടൊപ്പം ഈ കമ്പനികളുടെ വരുമാനത്തിന് വൻ വളർച്ച ഉണ്ടായതായി റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ഈ എത്തനോൾ ഉണ്ടാക്കുന്നത് ചോളം, ഗോതമ്പ്, അരി എന്നിവയിൽ നിന്നാണ്. ഈ 4 വിളകളിൽ 3 എണ്ണത്തിനും വെള്ളം നല്ല ആവശ്യമാണ്. ഇതിനെ പറ്റി ഒരു പോഡ്കാസ്റ്റിന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ നിതിൻ ഗഡ്കരി പറഞ്ഞത്, considering the amount of ethanol we would require, the estimate comes to about 10.16 billion liters. And ethanol production happens from corn, wheat, rice and sugarcane. And out of these 4 crops, 3 crops are water guzzling crops. अभी बैंगलोर में वाटर क्राइसिस चल रहा है. BMC ने बस एक नोटिफिकेशन दिया, they're going to cut the water supply by 5%. ये जो आर्गुमेंट करने वाले लोग हैं ना, हाँ, ये सबसे देश में एंटी नेशनल है. സർക്കാർ എപ്പോഴും പറയുന്നത് ബ്രസീലിനെ കണ്ടുപിടിക്കൂ എന്നാണ്. പക്ഷേ അവർ നിങ്ങളോട് മറച്ചു വെക്കുന്ന ഒരു കാര്യമുണ്ട്. 1970 ബ്രസീൽ സർക്കാർ പ്രോആൽകൂൾ എന്ന എത്തനോളിന് പദ്ധതി ആരംഭിച്ചു. 2003 മുതൽ ഈ പദ്ധതി ബ്രസീലിന്റെ സാമ്പത്തിക വ്യവസ്ഥയെ വലിയ സംഭാവന നൽകി. 2003 ഫ്ലെക്സ് ഫ്യൂൽ വാഹനം അവതരിപ്പിച്ചു. ഇത് E10 മുതൽ E100 വരെ ഏത് മിശ്രിതത്തിലും പ്രവർത്തിക്കും. ഉപഭോക്താവിന് സാമ്പത്തികമായി ഏറ്റവും ഗുണകരമായ ഇന്ധനം തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ലഭിക്കുകയും ചെയ്തു. ബ്രസീലിൽ ഏകദേശം 215 മില്യൺ ആളുകളുണ്ട്. അത് ഇന്ത്യയുടെ 1.4 ബില്യന്റെ 1/6 താഴെ മാത്രമാണ്. എന്നാൽ ഇന്ത്യയിൽ 6 ഇരട്ടി ജനസംഖ്യയും വളരെ കൂടുതലായ ഇന്ധന ആവശ്യകതയും ഉണ്ട്. ബ്രസീൽ വർഷങ്ങളെടുത്താണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കിയത്. അവർ ആദ്യം ഇൻഫ്രാസ്ട്രക്ചർ നിർമ്മിച്ചു. അവർ അവരുടെ ജനങ്ങൾക്ക് ചോയ്സ് നൽകി. എന്നാൽ ഇന്ത്യ സാധാരണ കാർ ഉടമകളോട് ഇതിന് അനന്തരഫലങ്ങൾ സ്വയം അനുഭവിക്കാൻ ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഇതുവരെ നമ്മൾ പറഞ്ഞത് വാഹനങ്ങളെ കുറിച്ചാണ്. പക്ഷേ ഈ ബില്ല് അവിടെ അവസാനിക്കുന്നില്ല. എത്തനോൾ ഉണ്ടാക്കാൻ ധാന്യം വേണം. സർക്കാർ ഇതിനോടകം FCIയുടെ ഭക്ഷ്യശേഖരണത്തിൽ നിന്ന് 5.2 ദശലക്ഷം ടൺ അരി എത്തനോൾ ഉൽപ്പാദനത്തിലേക്ക് മാറ്റിക്കഴിഞ്ഞു. പൊതുവിതരണ സംവിധാനത്തിന് വേണ്ടി സംഭരിച്ച അരിയാണ്. അത് മാത്രമല്ല, പല കർഷകരും പരിപ്പ് വർഗ്ഗങ്ങളും മറ്റ് വിളകളും ഉപേക്ഷിച്ച് ചോളത്തിലേക്ക് മാറുകയാണ്. കാരണം എത്തനോൾ ഉണ്ടാക്കാൻ ചോളം ആവശ്യമാണ്. ചോളത്തിന് നല്ല വില ലഭിക്കും. ഇന്ത്യയുടെ സ്വന്തം എക്കണോമിക് സർവേ തന്നെ ഇതിന് ഒരു മുന്നറിയിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എത്തനോൾ ഇന്ത്യയുടെ ഭാവിയുടെ ഭാഗമാകാം. എണ്ണ ഇറക്കുമതി കുറയ്ക്കാനും കർഷകർക്ക് പുതിയ വിപണി സൃഷ്ടിക്കാനും അതിന് കഴിയും. പക്ഷേ ബ്രസീൽ ചെയ്ത പോലെ ആദ്യം ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കുകയും ഫ്ലെക്സ് ഫ്യൂൽ വാഹനങ്ങൾ വ്യാപകമാക്കുകയും ജനങ്ങൾക്ക് തെരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻസ് നൽകുകയും ചെയ്ത ശേഷമായിരിക്കണം ഈ വലിയ മാറ്റങ്ങൾ വരേണ്ടത്. കാരണം പുതിയൊരു ഇന്ധനത്തിലേക്കുള്ള മാറ്റം വിജയകരമാക്കുന്നത് നിയമങ്ങൾ കൊണ്ട് മാത്രമല്ല, ജനങ്ങൾ അത് സ്വീകരിക്കുമ്പോഴാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ കൂടുതൽ വീഡിയോസിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് പരിഗണിക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം, പറ്റുവാണെങ്കിൽ ഹൈപ്പ് ചെയ്യാം. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.